സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമലയിലെ കൊള്ളക്കാർ. ഈ സ്വർണ്ണമോഷണം നടന്നിട്ട് വർഷങ്ങളായി. പക്ഷെ കാര്യമായി ഒന്നും ഇപ്പോൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തില്ല. ഈ അടുത്താണ് ഒരാളെ അറസ്റ്റ് ചെയ്യുക ചെയ്തത്. അഴിമതിക്കെതിരെയും കൊള്ളവെപ്പിനെതിരെയും എന്നും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ ഇത്രയും സമയമെടുക്കുന്നെങ്കിൽ അവർക്കും ഇതിൽ ഒരു പങ്കുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മൃഗീയ ഭൂരിപക്ഷം നേടി കേരളത്തിലെ ജനങ്ങൾ ഭരണത്തിലേറ്റിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ എന്തിനു പേടിക്കണം, ആരെ പേടിക്കണം? അത് കാണിക്കുന്നത് ആ പാർട്ടിയുടെ ജീർണതയാണ്. ആ പാർട്ടിയുടെ എല്ലാ തലത്തിലും കള്ളന്മാരും കൊള്ളവെപ്പുകാരും വാണിരിക്കുന്നു, അല്ലെങ്കിൽ കയറിയിരിക്കുന്നു. അപ്പോൾ മറ്റുള്ള പാർട്ടികളോ? BJPക്കാർ വിശ്വാസ സംരക്ഷണത്തിന് പോരാടിയ പാർട്ടിയാണ്. ഒരു കൊള്ള വന്നപ്പോൾ ഒരു ചെറിയ പ്രതിഷേധം നടത്തി അവരടങ്ങി. കാരണം ആ കട്ടവൻ സ്വന്തം മതക്കാരനാണ്. അത് മറ്റുള്ള മതക്കാരനാണെങ്കിൽ എങ്ങനെയായിരിക്കും BJP ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും BJP പ്രതിഷേധിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് നമുക്ക് അഴിമതിക്കെതിരെയോ കൊള്ളവെപ്പിനെതിരെയോ ഒരു കാര്യവും പ്രതീക്ഷിക്കേണ്ട. അവർ മുന്നേ തെളിയിച്ചതാണ്. അവർക്ക് സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ തന്നെ നോക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ ഒരു പ്രതിഷേധം. ഭഗവാനെ, ഇതാണ് ഇവിടുത്തെ കാര്യം. നിൻ്റെ ചുറ്റും കൊള്ളക്കാരാണ്. നിൻ്റെ കാര്യം നീ തന്നെ നോക്കണം. ഒന്ന് കണ്ണ് തെറ്റിയാൽ നിന്നെ തന്നെ അടിച്ചു മാറ്റും. സ്വാമിയേ ശരണമയ്യപ്പ.